നമുക്കറിയാം, നമ്മൾ കാണുന്ന ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാരിൽ ഒക്കെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള ആൾക്കാരായിരിക്കും. അവർക്ക് അവരുടെ ഉള്ളിലുള്ള തോട്ട്സും അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളും കറക്റ്റായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഡെലിവർ ചെയ്യാൻ അവർ കോൺഫിഡൻ്റ് ആണ്. അത്തരത്തിലുള്ള എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻസ് ആണ് ഒരാളുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇത് എനർജി ഉള്ള ആൾക്കാർക്ക് മാത്രമുള്ളതല്ല, നമുക്കും കൂടെ വേണ്ടതാണ്. അതിൽ നിന്നാണ് ഈ എനർജിയും കോൺഫിഡൻസും ഒക്കെ ബിൽഡ് ആവുന്നത്. അപ്പം എങ്ങനെ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേറ്റർ ആകാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിലാദ്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്താണ് പറയുന്നത് എന്നുള്ളതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവും. നിങ്ങൾക്ക് ഡൗട്ടോ നിങ്ങൾക്ക് ഇത്ര ഒരു അഷ്വറൻസ് ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കാതിരിക്കുക. നിങ്ങൾക്ക് ക്ലാരിറ്റി ഉള്ള കാര്യങ്ങൾ മാത്രം എഫക്റ്റീവ്ലി സംസാരിക്കുക, അല്ലാത്ത കാര്യങ്ങളിൽ സംസാരം കുറയ്ക്കുക. ആൻഡ് പ്രാക്ടീസ് സൈലൻസ്. സൈലൻസ് എന്ന് പറയുന്നത് പോലും ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷനാണ്. സൈലൻസ് ക്യാൻ ഹോൾഡ് എ ലോട്ട് ഓഫ് എനർജി ആൻഡ് അറ്റ് ദ സെയിം ടൈം സെൽഫ് റെസ്പെക്റ്റ്. അത് എല്ലാ കാര്യങ്ങളിലും സൈലൻ്റ് ആകുക എന്നുള്ളതല്ല, ആകേണ്ട ചില സന്ദർഭങ്ങളിൽ മാത്രം. അപ്പോൾ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വിത്ത് വേർഡ്സും ആണ്, വിത്തൗട്ട് വേർഡ്സും ആണ്.